നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പികളും ഒക്കെ കുറച്ച് നാളായി ഇവിടെ മുഗളന്മാരും സുൽത്താൻമാരും ഒക്കെ വലിയ ജനാധിപത്യപരമായ ഭരണമാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഇവിടുത്തെ സംസ്കാരം അതേപടി ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഭരണമാറ്റം പോലെ തന്നെ മതമാറ്റവും അവർക്ക് നടത്താമായിരുന്നു എന്നൊക്കെയാണ് വച്ച് കീച്ചുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. അതിനൊരു ഉപോത്പലകമായി അതിന് ഒരു പോസ്റ്റുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റായ അരുൺ സോമനാഥൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ മുഗളന്മാരും സുൽത്താൻമാരുമൊക്കെ വലിയ ജനാധിപത്യവാദികളാണ്. ഇവർ ഇങ്ങനെ തുടർച്ചയായി ഫേസ്ബുക്കുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് രണ്ടും ചേർത്ത മതേതരെന്ന അഭിനയക്കാരായ ഹിന്ദു പ്രൊഫൈലുകളിൽ നിന്ന് കൂടി ഇത് കാണുമ്പോഴെങ്കിലും ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇന്ത്യ ഭരിച്ചത് അഹിന്ദുക്കൾ മാത്രമാണോ? നിങ്ങളുടെ പ്രൊപ്പഗേണ്ടയിലെ പോലെ 1193 മുതൽ 1947 വരെ അഹിന്ദുക്കൾ മാത്രമാണ് ഇവിടെ ഭരിച്ചതെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഭാരതീയർ. മുഗളന്മാരെ ഡൽഹിയിൽ മാത്രം ഒതുക്കി ഭാരതത്തിൻ്റെ 70% ഭരിച്ച മറാത്ത സാമ്രാജ്യം, ദക്ഷിണ ഭാരതത്തെ കാത്തുരക്ഷിച്ച വിജയനഗര സാമ്രാജ്യം, മുഗളന്മാരെ 17 തവണ തോൽപ്പിച്ച ആസാമിലെ അഹോം രാജാക്കന്മാർ, വടക്ക് കരുത്തുറ്റ മതിൽ തീർത്ത സിഖ് സാമ്രാജ്യം, ഇവരുടെയൊക്കെ ചരിത്രത്തെ ഏത് കുഴിയിൽ മൂടിയിട്ടാണ് നിങ്ങൾ ഈ അഹിന്ദു ഭരണകഥ പറയുന്നത്? അക്കാലത്തൊക്കെ ലോകത്തിന് എന്തു സംഭവിച്ചു? മറ്റു രാജ്യങ്ങളിലെ അധിനിവേശ ചരിത്രം ഒന്ന് കണ്ണു തുറന്നു നോക്കുക. അറേബ്യയിൽ എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന വൈവിധ്യമാർന്ന ബഹുസ്വര സംസ്കാരങ്ങളെയും ഗോത്രവിശ്വാസങ്ങളെയും ഇസ്ലാം പൂർണ്ണമാക്കിയും തുടച്ചു നീക്കി. ഇസ്ലാമിന് മുൻപും ഇത്തരം ഇടങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പും അവിടെ വലിയ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള ഭരണക്രമങ്ങളുണ്ടായിരുന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, അതായത് ജനങ്ങളെ അംഗീകരിക്കുന്ന രാജാക്കന്മാർ ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ആ ഒരു രീതിയിൽ വലിയൊരു ഭരണക്രമീകരണം തന്നെ ഇത്തരം എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചുടച്ചുകൊണ്ട് അവിടെയൊക്കെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. പഴയ ആചാരങ്ങൾ വിടാത്തവരെ ഇവിടങ്ങളിലൊക്കെ ഇൻക്വിസിഷൻ ചെയ്തു. ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു. അവരുടെ പൗരോഹിത്യമുള്ള സ്ത്രീകളെ ദുർമന്ത്രവാദിനികളെന്ന് മുദ്രകുത്തി പച്ചയ്ക്ക് കത്തിച്ചു. ആഫ്രിക്കയിലോ അധിനിവേശൻ ശക്തികൾ ആഫ്രിക്കയെ പകുത്തെടുത്തു. ഒരു ഭാഗം ഇസ്ലാമിനും മറ്റു ഭാഗം ക്രിസ്ത്യാനിക്കും ഭൂരിപക്ഷമുള്ള ഇടങ്ങളായി മാറി. അവിടുത്തെ തദ്ദേശീയ വിശ്വാസങ്ങൾ ഇന്ന് നാമമാത്രമാണ്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും നോക്കിയാലോ അവിടെ തദ്ദേശീയരായ അബോറിജിനുകൾക്കും റെഡ് ഇന്ത്യൻസിനും അവരുടെ വിശ്വാസങ്ങൾക്കും എന്തു സംഭവിച്ചു? വെള്ളക്കാരൻ അവിടെ നിന്ന് തിരിച്ചുപോയില്ല. കാരണം ആ ജനതയുടെ മതപരവും സാമൂഹികപരവുമായ റെസിഡൻറ്റ് അധിനിവേശത്തിൽ നിന്ന് തകർന്നുപോയി. അവർക്കവിടെ സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ലോകമാസകലം മതങ്ങൾ അധിനിവേശ നടത്തുമ്പോൾ ഇവിടുത്തെ കഥ വ്യത്യസ്തമായി തുടരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരും. മുകളിൽ പറഞ്ഞ ഇടങ്ങളിലൊന്നും ഇല്ലാത്ത എന്തു കാരുണ്യമാണ് ഇന്ത്യയിലെ അധിനിവേശക്കാർക്ക് ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. മറിച്ച് ഇന്ത്യയിൽ അവർ നേരിട്ടത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാംസ്കാരിക പ്രതിരോധമാണ്. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഉണ്ടായതുപോലെ ഇവിടെ തമ്പടിക്കാൻ വെള്ളക്കാരന് കഴിയാതെ പോയതും, വമ്പൻ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ മുഗളന്മാർക്ക് പോലും ഭാരതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയാത്തതും ഇവിടുത്തെ ജനതയുടെ അസാമാന്യമായ മതപരവും സാമൂഹികപരവുമായ പോരാട്ട വീര്യം കൊണ്ടാണ്. ഇത് കാരുണ്യമല്ല, പച്ചയായ സാമ്പത്തിക ചൂഷണമാണ്. എല്ലാവരെയും മതം മാറ്റുന്നതിനേക്കാൾ അധിനിവേശക്കാർക്ക് താല്പര്യം ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാനും അവരിൽ നിന്ന് ജസിയ എന്ന കനത്ത മതനികുതി പിരിക്കാനുമായിരുന്നു. എല്ലാവരും മതം മാറിയാൽ നികുതി വരുമാനം നിലയ്ക്കും. അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അങ്ങനെ ഈ വെള്ളപൂശൽ നടത്തുന്ന എല്ലാവർക്കും വളരെ കൃത്യമായ മറുപടിയാണ് അരുൺ സോമനാഥൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ആൾക്കാരും, അതായത് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് സദാ ഫേസ്ബുക്കിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. പ്രത്യേകിച്ചും ടിപ്പു സുൽത്താനെയും ഔറംഗസേബിനെയും ഒക്കെ ന്യായീകരിക്കുവാൻ വേണ്ടി പല കഥകളും അവർ മെനഞ്ഞു കൂട്ടുന്നുണ്ട്. ഇവിടെ ജസിയ ഏർപ്പെടുത്തിയവരാണിവർ. ഇവിടെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്കെതിരെ നടത്തിയവരാണവർ. നമ്മുടെ കാഴ്ചയിൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു
ഒരു പതിറ്റാണ്ടിന് മുന്നേ കശ്മീരിലേക്ക് ഒരു നോട്ടം നോക്കിയാൽ മതി. അവിടെ എങ്ങനെയാണ് അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകളെ അവർ നേരിട്ടെന്ന്. 1990-കൾ അവർക്ക് ഒരിക്കലും മറക്കാത്ത ഇരുണ്ട രാത്രികളായിരുന്നു. ഇരുണ്ട ഭൂഖണ്ഡമാക്കി കശ്മീരിനെ മാറ്റുകയായിരുന്നു. ഇരുണ്ട രാജ്യമാക്കി, ഇരുണ്ട ദേശമാക്കി അവർ കശ്മീരിനെ മാറ്റിമറിക്കുകയായിരുന്നു. അവിടുത്തെ പെൺകുഞ്ഞുങ്ങൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്ക്, അവിടുത്തെ പുരുഷന്മാർക്ക് ഒന്നും ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. സ്ത്രീകളെ പീഡിപ്പിക്കുക, അതിക്രമണം നടത്തുക, അവരെ മതം മാറ്റുക, മതം മാറാൻ തയ്യാറാവാത്തവരെ നിഷ്കരണം കൊലപ്പെടുത്തുക, ഇങ്ങനെ നിരന്തരമായി അവർ ദ്രോഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനിടയിലും അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു എങ്കിൽ, അതിനിടയിലും അവർക്ക് അവരുടെ സംസ്കാരത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നീക്കുവാൻ സാധിച്ചിരുന്നു എങ്കിൽ, അത് അവർക്ക് ഈ ധർമ്മത്തിന്മേലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അതായത് പേർഷ്യയും ഗാന്ധാരവും മാത്രമല്ല, ആഫ്രിക്കയും വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും എന്നുവേണ്ട ഈ ലോകത്തിലെ ഭൂരിഭാഗം നാടുകളും മതപരമായി പൂർണ്ണമായും മാറിയപ്പോൾ ഭാരതം ഇന്നും അതിൻ്റെ സനാതന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അന്നത്തെ ഭരണാധികാരികളുടെ ഔദാര്യം കൊണ്ടല്ല, മറിച്ച് ജീവൻ കൊടുത്തും ധർമ്മം കാത്ത പൂർവികരുടെ പോരാട്ടം വീര്യം കൊണ്ട് മാത്രമാണ്. വാളിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാത്ത വിശ്വാസത്തിനായി നിലകൊണ്ട കോടിക്കണക്കിന് മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദു ഭൂരിപക്ഷം. ചരിത്രത്തിൻ്റെ വായനശാലകളിൽ നിന്ന് പഠിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെയോ വർഗീയ പ്രൊപ്പഗണ്ടകൾ നടത്തുന്ന മത ഫാക്ടറികളിലോ നിന്നല്ല ചരിത്രം പഠിക്കേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.